മറ്റൊന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫായി മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പൊ ഉസ്താദെ ഒരു ചോദ്യം ഇത്രയും 5 മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള 7 മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തിക്കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്. ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത് ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 185, 255, 333 അതിലൊക്കെയുള്ള മൗലിദുകൾ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. എങ്ങനെയുണ്ട് അലവി സഖാഫിക്ക് ഞാൻ ഏർപ്പാട് നിർത്തലാന്നല്ലേ? നിങ്ങൾ ആ ഏർപ്പാട് നിർത്തിക്കോ. ഇനി മൗലിദിന് വേണ്ടി പ്രസംഗിച്ച് നടക്കണ്ട. നിങ്ങൾക്ക് നിർത്താൻ സമയമായിരിക്കുന്നു അലവി സഖാഫി. പിന്നെ നിങ്ങള് മർക്കസ് അടിച്ചത് ചോദിക്കട്ടെ, അത് ഇവിടത്തെ EK സുന്നികൾ ഒറിജിനൽ സമസ്ത കോടതി പറഞ്ഞ അസമസ്തക്കാർ അംഗീകരിക്കോ? ചോദിക്കട്ടെ, മറുവിഭാഗം സമസ്തക്കാര് ചിന്തിക്കണം. മറുപടി പറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല. ചിന്തിച്ചോ നിങ്ങള്. ഈ സബീനയാൾ പുറങ്കാല് കൊണ്ട് തട്ടിയതുപോലെ തട്ടാൻ നിങ്ങൾക്ക് കഴിയോ? വെന്നിയൂർ സഖാഫി പറഞ്ഞ തട്ടാൻ കഴിയൂലാണല്ലേ? അതുകൊണ്ട് അലവി സഖാഫി, നിങ്ങൾക്ക് ഇനി ഏർപ്പാട് നിർത്തുന്നതാണ് നല്ലത്. അറിയില്ലേ നിങ്ങൾക്ക്? ഇയാള് പറഞ്ഞു അതിൽ തെറ്റുണ്ട്, ഇതിൽ തെറ്റുണ്ട്, ജാല മുഹമ്മദ് പോലും തെറ്റുണ്ട്, സിദ്ദീഖ് പോലും തെറ്റുണ്ട്, പലതിലും തെറ്റുണ്ട്. ഈ ഒരു 12 എണ്ണത്തിന് പോലും തയ്യാറാവാൻ, ആ ഒരു 12 എണ്ണം വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാവാൻ, ഒന്ന് മുജാഹിദുകളുമായി മാറ്റുരക്കാൻ കഴിഞ്ഞില്ല കഴിയില്ല നിങ്ങൾക്ക്. ഇനിയോ സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വാഭാവികമായി ഇയാള് ഈ മൗലിൽ അവിടെ തെറ്റി, ഇവിടെ അപാകത, അവിടെ പ്രശ്നങ്ങൾ, അവിടെ കള്ളക്കഥ എന്ന് പറയുമ്പോ സ്വാഭാവികമായി മനുഷ്യന്മാരായി ചൊല്ലിയ മനുഷ്യന്മാരെ മനസ്സ് ബേജാറാവും. ഇപ്പൊ തന്നെ ബേജാറാവുണ്ടോ പല ആൾക്കാരും മനസ്സ്? പടച്ചോനെ, എന്റെ പേരിൽ അത്ര വക ഉണ്ടല്ലോ, ഇയാളെ പേരിൽ ഇത്ര ഉണ്ടല്ലോ, അവിടെ ഇത്ര വക ഉണ്ടല്ലോ, ഇതിപ്പോ ഇന്ന് പോരുമ്പോ വരെ ഇന്ന ആള് ചെല്ലുണ്ടല്ലോ, ഉമ്മ ചെല്ലുണ്ടല്ലോ, ഉപ്പ ചെല്ലുണ്ടല്ലോ, വെല്ലിമ്മ ചെല്ലുണ്ടല്ലോ, വെല്ലിപ്പ ചെല്ലുണ്ടല്ലോ, കുടുംബക്കാർ പറഞ്ഞു ചെല്ലുണ്ടല്ലോ. തെറ്റാണെന്നാണല്ലോ അലവി സഖാഫി പറഞ്ഞത്. ചിന്തിക്കുണ്ടാവൂലേ? അതെ, ആ നിലക്കുള്ളൊരു ബേജാറിന്റെ ചോദ്യം സത്യത്തിൽ അന്ന് ആ ചർച്ചയിൽ വന്നു. ഒരു സുഹൃത്ത്, ഐക്യവേദിയിൽ പ്രവർത്തനപ്പെട്ട ഒരു സുഹൃത്ത് ചോദിച്ചു, എന്റെ വെല്ലിമ്മ 90 വയസ്സായ എന്റെ വെല്ലിമ്മ, ആ വെല്ലിമ്മ മുസ്ലിയാരെ, ഇതാ എന്റെ വീട്ടിൽ പാരായണം ചെയ്യുന്ന കിതാബാണിത്, സബീരന്റെ ഏടാണിത്, ഇത് ശരിയോ? പറയൂ നിങ്ങള്. അല്ലാത്ത മനസ്സിൽ തട്ടിയ ചോദ്യമാത്, മനസ്സിൽ തറച്ച ചോദ്യമാത്, നിഷ്കളങ്കമായ ചോദ്യമല്ലേ അത്? അതെ, അതിനു മുമ്പിൽ മുസ്ലിയാർ ആകപ്പാട് എടങ്ങേറാകുന്ന മറ്റൊരു ദൃശ്യം കാണൂ നിങ്ങൾ. ഇത് തെറ്റാണോ ശരിയാണോ? ഞങ്ങളതാ പറയുന്നത്. അതിന് മറുപടിയാണ്, അത് തെറ്റാണ്. അതെ, അതിന് മറുപടിയാ പറയുന്നത്. ഇത് ഇറക്കിയത് അഷ്റഫി ബുക്ക് സെന്റർ തിരുവനന്തപുരം, ഒരു സ്വകാര്യ കമ്പനിയാണ്, സുന്നികളുടെ സ്ഥാപനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അല്ലല്ല, സുന്നികളുടെ സ്ഥാപനം. നിങ്ങൾ ഇടപെടരുത്. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്നത് സ്വകാര്യ കമ്പനികൾ ഇറക്കിയിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അതിലെന്തൊക്കെയാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം പരിശോധിക്കാതെ പറയാൻ പറ്റുകയില്ല. അതേ അവസരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഓതാറുള്ളതും സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ളതുമായ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെ, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. സുന്നികൾ ഇറക്കിയിട്ടുള്ളതും ഇതിൽ പെശകില്ല എന്ന് ഉറപ്പുള്ളതുമായ മൗലിദുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം, അത് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ്. മറ്റത് അതിലെന്തൊക്കെയാണ് കടത്തി കൂട്ടിയിട്ടുള്ളത് അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലതും കടത്തി കൂട്ടി. ഇതാണ് സ്ഥിതി. നേരിട്ട് ചോദ്യമാണ് ചെന്നപ്പോ
മൂപ്പർ പറയണം, ഏയ് അത് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ. ഇത്രയും കാലം എന്തെങ്ങൾക്ക് പണി? ഇത്രയും കാലം ഈ മൗലിദിനും വേണ്ടി പ്രസംഗിച്ച് നടന്നിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് പണി? അതെ, നേരിട്ട് മുഖാമുഖം ഇരുന്നപ്പോ നിങ്ങളുടെ അടവ് നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഒഴിഞ്ഞു മാറുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അലവി സഖാഫി ആവർത്തിക്കുന്നു, നിങ്ങൾക്കിനി ആ ഏർപ്പാട് നിർത്താം. മൗലിദ് പാരായണവുമായി ബന്ധപ്പെട്ട് അതിന് ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് നിർത്താൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം വന്നു. ചോദ്യം എന്താ? അടുത്ത ചോദ്യം, അല്ല മുസ്ലിയാരെ, തെറ്റാണെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. തെറ്റാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വെല്ലിമ്മ ചൊല്ലിന്ന് ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ട് ഇയാളെന്ത് പറയണം? അത് കീറിയിടണോ? കീറിയിടണ്ടേ? കീറിയിടണ്ട, നല്ല തൊയിലുണ്ട്. അത് മാത്രം നിർത്തി ബാക്കി ഒഴിവാക്കാൻ പറ്റുമോ? പറയണ്ടേ? പറയില്ല. കാരണം രണ്ടു പറഞ്ഞാലും കുടുങ്ങും, അല്ലെങ്കിൽ തന്നെ കുടുങ്ങിക്കണ്. കുടുക്കിന്റെ മേലെ കുടുക്ക് ഒഴിവാക്കാനാവും. ഏതായിരുന്നാലും ആ നില കുടിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. അടുത്തൊരു ചോദ്യം എന്തായിരുന്നു? അപ്പൊ ഉസ്താദെ, മുമ്പ് ചൊല്ലിയ കുറെ ആൾക്കാരുണ്ടല്ലോ, ഇത് തെറ്റാ നിങ്ങൾ പറഞ്ഞേ. ആ തെറ്റായ സംഗതി അത് ചൊല്ലി മരിച്ചുപോയ ആൾക്കാരുടെ ഓല സ്ഥിതി എന്താ? കേട്ടോളൂ. വായിച്ചു 90 വയസ്സായതിന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചുപോയ ആൾക്കാർ ഇത് വായിച്ചിരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരിത് ഓതിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ? തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇതിലിപ്പോ തെറ്റ് അല്ല. ഒരു മിനിറ്റ്. ഓക്കെ മനസ്സിലായി. ഇപ്പൊ ഓക്കെ, അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇത് മുസ്ലിം ഐക്യവേദിയുടെ ചോദ്യമല്ല. ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതിന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ്. ഇല്ല, ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഇതിൽ വായിച്ചു അത് നിങ്ങൾക്ക് തെറ്റാണെന്ന് പറഞ്ഞു അല്ലെ? അത് വായിച്ച തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമല്ല. അത് അറിയില്ലെങ്കിൽ ഇത് ഇനിയും വായിക്കാൻ പോലും. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. അങ്ങനെയാണ്. തെറ്റായി നിങ്ങൾക്കത് തെളിയിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ടോ? ഇത് തെറ്റാണെന്ന്. അപ്പൊ ഉസ്താദെ, ഇതിന് തെറ്റെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാർക്ക് അറിയുന്നില്ലല്ലോ. അതല്ല പക്ഷെ